ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈനസ് പ്ലസിന്റെ അടുത്ത ടെക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് VU മീറ്റർ ആണ്. VU മീറ്റർ എന്ന് പറഞ്ഞാൽ വോളിയം യൂണിറ്റ് മീറ്റർ. നിങ്ങൾ എല്ലാവരും ഈ സ്റ്റീരിയോയിലെല്ലാം കണ്ടു കാണും. ഈ LED അല്ലെങ്കിൽ LCD ഡിസ്പ്ലേക്ക് അകത്ത് ഈ ലൗഡ്നെസ് അനുസരിച്ച് ഈ ലൈറ്റിങ്ങിന് മാറി മാറി ജമ്പ് ചെയ്യുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ സർക്യൂട്ടിന്റെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് LM3915 എന്ന് പറയുന്ന ഒരു IC ആണ്. ഇതൊരു ലോഗരിതമിക് ബേസ്ഡ് IC ആണ്. ഇതിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് 10 LED വരെ കൊടുക്കാൻ പറ്റും. ഇത് യൂഷ്വലി ഓഡിയോ സിഗ്നൽസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓഡിയോ സിഗ്നൽസിന്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് ഔട്ട്പുട്ടിലെ LED ലൈറ്റിനെ വേരി ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഈ ലൗഡ്നെസ്സിന് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഈ ലൗഡ്നെസ് അനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് LEDയുടെ എത്ര LED കത്തണമെന്ന് കാണിക്കാൻ പറ്റും. പിന്നെ കൂടാതെ ഈ IC നമുക്ക് 10 സെഗ്മെന്റ് ബാർ ആയിട്ടും ഡോട്ട് മെട്രിക്സ് ആയിട്ടും ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. PCB ഫാബ്രിക്കേഷനിലേക്ക് പോകാം. നമ്മൾ നേരത്തെ കണ്ട സർക്യൂട്ട് അതൊരു ഫോട്ടോ പേപ്പറിൽ ലേസർ പ്രിന്റർ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്തെടുക്കുകയാണ്. ഒരു സ്റ്റുഡിയോയിലൊക്കെ യൂസ് ചെയ്യുന്ന പേപ്പറാണ് നമ്മുടെ ഫോട്ടോ പ്രിന്റ് ചെയ്യാനായിട്ട്. ലേസർ പ്രിന്റർ വെച്ച് തന്നെ എടുക്കണം, കാരണം അതിനകത്ത് ടോൺ ട്രാൻസ്ഫർ ആണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഒരു PCB ചെയ്യാനായിട്ട് ഒരു കോപ്പർ ക്ലാഡ് ഷീറ്റ് എടുക്കുന്നു. ഇത് ഗ്ലാസ് അപ്പോക്സി ടൈപ്പ് കോപ്പർ ക്ലാഡ് ഷീറ്റ് ആണ്. കുറച്ച് ഹാർഡ് ആയിട്ടുള്ളതാണ്, സിംഗിൾ സൈഡ് ആണ്. ഇനി നമ്മൾ ഈ പ്രിന്റ് ചെയ്തിരിക്കുന്ന സർക്യൂട്ടിനെ ഇതിലേക്ക് വെച്ചിട്ട് PCBയിലേക്ക് വെക്കുക. വച്ചിട്ട് 4 സൈഡും നന്നായിട്ട് മടക്കും. സൈഡും ഇതേപോലെ മടക്കിയെടുക്കുകയാണ്. ഇത് അതിന്റെ ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട് സൈഡ്. ഈ സൈഡിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഭാഗത്ത് ഒരു അയൺ ബോക്സ് വെച്ചിട്ട് നന്നായി ചൂടായി കൊടുക്കും. ഇതിന്റെ പേപ്പർ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയമാകുമ്പോഴത്തേക്ക് ഈ ടോൺ എല്ലാം കോപ്പർ ക്ലാഡ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ആവും. നേരെ ടോൺ ട്രാൻസ്ഫറിലേക്ക് പോവാം. അയൺ ബോക്സ് നന്നായി ചൂടായിട്ടുണ്ട്. ഇത് വെച്ചിട്ട് PCBയുടെ മോൾ ഭാഗത്തേക്ക്, കോപ്പർ ക്ലാഡ് ഷീറ്റിന്റെ മോൾ ഭാഗത്തേക്ക് നന്നായി പ്രസ് ചെയ്യേണ്ടി വരും. ഇതൊരു 3 മിനിറ്റ് നേരത്തേക്കൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പേപ്പർ ഒരു ബ്രൗൺ കളറിലാകും. പേപ്പർ ബ്രൗൺ കളറിലാകുമ്പോൾ ഈ ടോണെല്ലാം കോപ്പർ ക്ലാഡ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് നന്നായി കഴുകാം. ആ സമയത്ത് നമ്മുടെ സർക്യൂട്ട് നമ്മൾ കോപ്പർ ക്ലാഡ് ഷീറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ എച്ച് ചെയ്ത് കളയണം. ഈ ബ്ലാക്ക് ലൈൻസ് ഇല്ലാത്ത പോർഷൻസ് എല്ലാം എടുത്ത് കളയണം. അപ്പോൾ ലാസ്റ്റ് എല്ലാം വരുമ്പോൾ ഈ മാർക്കിംഗ് ഉള്ള പോർഷൻസ് മാത്രമേ കാണത്തുള്ളൂ. അതിന് നമ്മൾ എച്ചിങ് എന്ന് പറയും. അതായത് നമ്മൾ ഫെറിക് ക്ലോറൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഫെറിക് ക്ലോറൈഡ് ലിക്വിഡിനകത്ത് കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് സൈഡിലുള്ള കോപ്പർ എല്ലാം അതിലേക്ക് ഡിസോൾവ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എച്ചിങ്ങിന് വേണ്ടിയുള്ള ഫെറിക് ക്ലോറൈഡ് ലിക്വിഡ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഫെറിക് ക്ലോറൈഡ് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് ഇപ്പോൾ നമ്മുടെ ഫെറിക് ക്ലോറൈഡ് ലിക്വിഡ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ടോൺ ട്രാൻസ്ഫർ ചെയ്ത PCB അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് നേരം ഇടേണ്ടി വരും. ഇതിനകത്ത് 10 മിനിറ്റ് വരെ ഇങ്ങനെ ഇട്ടേക്കേണ്ടി വരും. ഏകദേശം അരിഞ്ഞ് തീരാറായി. നമ്മുടെ PCB ഇതാ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ലൈൻസ് ഇല്ലാത്ത പോർഷൻസ് അത്രയും ഡിസോൾവ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. നമ്മുടെ PCB ഉണ്ടോ,
കഴുകിയെടുത്തപ്പോൾ ഇതേപോലെ കിട്ടും. ഇവിടെയാണ് നമ്മൾ ഡ്രിൽ ചെയ്തിട്ട് കമ്പോണൻസ് എല്ലാം ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ കോപ്പർ ട്രാക്കാണ് ഈ കറുത്ത ടോൺ അടിയിൽ കിടക്കുന്നത്. ഇത് ഒരു ലേസർ പ്രിന്ററിന്റെ ടോണാണ്. അപ്പോൾ അത് കളയാനായിട്ട് നമ്മൾ കുറച്ച് തിന്നർ ക്ലോത്തിൽ മുക്കിയിട്ട് തുറച്ചു കൊടുത്താൽ മതി. തിന്നർ മുക്കിയിട്ട് തുടക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ കോപ്പർ കാണാൻ കഴിയും. ആ ബ്ലാക്ക് പെയിന്റ് അത്രയും പോകും. തിന്നർ യൂസ് ചെയ്യുമ്പം സൂക്ഷിക്കുക, ചിലക്ക് കൈയുടെ തൊലി കളകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് കൈയുടെ തൊലി കളകും തിന്നർ യൂസ് ചെയ്യുമ്പോൾ. പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ പോയി കഴുകിയാൽ മതി. നമുക്ക് നമ്മുടെ സർക്യൂട്ട് ബോർഡ് കിട്ടി. അപ്പോൾ നമുക്കിനി കമ്പോണൻസ് വയ്ക്കാനായിട്ട് ഈ പോർഷൻസ് എല്ലാം ഡ്രിൽ ചെയ്യണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 1 mm ഡ്രിൽ ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഈ PCB ഡ്രിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കമ്പോണൻസ് വയ്ക്കേണ്ട ലീഡ്സ് ഉള്ള പോർഷനും ഡ്രിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ കമ്പോണൻസ് വെച്ച് സോൾഡർ ചെയ്താൽ മതി. സോൾഡറിങ്ങിലേക്ക് പോവാം. സോൾഡർ ചെയ്യാനായിട്ട് ആദ്യം ഈ പോർഷൻസ് എല്ലാം, ലീഡ്സ് വയ്ക്കുന്ന പോർഷൻ എല്ലാം നന്നായിട്ട് ഇൻഡിക്കേറ്റർ വെച്ച് ക്ലീൻ ചെയ്തിട്ട് കമ്പോണൻസിന്റെ ലീഡ്സ് എല്ലാം നീഡിൽ ഫയൽ വെച്ച് ക്ലീൻ ചെയ്യുക. ഇതാണ് നമ്മുടെ നീഡിൽ ഫയൽ. ഇനി നമുക്ക് സോൾഡർ ചെയ്യാം. സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ IC ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 പ്രീസെറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇതിന്റെ റെഫറൻസ് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാനായിട്ടും ഒന്ന് മൈക്കിന്റെ വരുന്ന മൈക്ക് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കൺട്രോൾ ചെയ്യാനായിട്ടും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മൈക്കിന് 3 പിന്ന് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ഇവിടെ ഒരു സ്റ്റീരിയോ ജാക്ക് കൊടുത്തിട്ട് ഡയറക്റ്റ് കൊണ്ട് നമുക്ക് ഫോണിലോ ലാപ്പിലോ സിസ്റ്റത്തിലോ എന്തെങ്കിലും പ്ലഗ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മൾ കുഞ്ഞ് മൈക്രോഫോൺ മൊഡ്യൂളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനു വേണ്ടിയാണ് ഈ ഒരു വോൾട്ടേജ് റെഗുലേറ്ററും ഈ 3 പിൻസും കൊടുത്തേക്കുന്നത്. കാരണം അതിന് മൈക്ക് മൊഡ്യൂളിന് 5 വോൾട്ട് വേണം, പിന്നെ ഗ്രൗണ്ടും അതിന് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മളിവിടെ ഡയറക്റ്റ് സ്റ്റീരിയോ ജാക്ക് യൂസ് ചെയ്ത് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ മൈക്കിന്റെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ എന്നൊരു പിന്നുണ്ട്, സെൻറ്റർ 1. അതിൽ മൈക്കിന്റെ പ്ലസ് കൊടുത്തു. ഇനി ഗ്രൗണ്ട് കൊടുക്കുകയാണ്. വ്യൂ മീറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഐറ്റം. നമ്മളൊരു ചെറിയ ബോക്സിലൊക്കെ ആക്കിയിട്ട് LED ഉള്ള ഭാഗത്ത് മാത്രം ഒരു ചെറിയ ട്രാൻസ്പാരന്റ് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു ബാറ്ററി 12 വോൾട്ട് ബാറ്ററി നമ്മൾ കൊടുത്തിരിക്കുന്ന പവർ സോഴ്സ് ആയിട്ട് ബാറ്ററി ഓൺ ആക്കി. അപ്പോൾ ലെഡ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ലാപ്പിലോ ഫോണിലോ എന്തിലെങ്കിലും ജാക്ക് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാം. നമ്മുടെ വ്യൂ മീറ്റർ വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ലൈറ്റ് എത്തുന്ന കാണാം. നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്തേക്കാണ്. സ്റ്റീരിയോ ജാക്ക് വഴി കൊടുത്തിട്ടുണ്ട്. മ്യൂസിക്കിന്റെ ലൗഡ്നെസ്സിനനുസരിച്ച് നമുക്ക് ഈ LED ലൈറ്റ് മുകളിലേക്കും താഴേക്കും മാറിക്കൊണ്ടിരിക്കും, ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ചെറിയ സൗണ്ടുള്ള മ്യൂസിക് നമ്മൾ എടുത്തെങ്കിൽ കുറച്ച് ലൈറ്റ് 2-3 ലൈറ്റ് മാത്രമേ കത്തുള്ളൂ. ഈ ലൗഡ്നെസ് കൂടുന്നതനുസരിച്ച് ലൈറ്റ് മുകളിലേക്ക് വെക്കൊണ്ടിരിക്കും. നമ്മൾ നല്ല ലൗഡ്നെസ് ലൈറ്റൊക്കെയാണ്, അതാണ് ഫുൾ ലൈറ്റ് ഏകദേശം കത്തിയിരിക്കുന്നത്.